അത്ഭുതാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. പഠനാർത്ഥം മറുനാട്ടിലെ ആശുപത്രിയിൽ 5 വർഷക്കാലം കഴിച്ചുകൂട്ടേണ്ടി വന്നയാൾ ഞാൻ. അവിടെ ആശുപത്രിയിലെ എൻ്റെ മുറി ICUവിനും NICUവിനും മധ്യത്തിൽ. ICUവിൽ എന്നും തന്നെ മരണം സംഭവിക്കുന്നു. NICUവിൽ നേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ എന്നും തന്നെ ജനനം സംഭവിക്കുന്നു. ജനനത്തിനും മരണത്തിനും നടുവിൽ പച്ച മനുഷ്യൻ ഒരാൾ ഞാൻ. ഒരുപാട് മരണക്കാഴ്ചകൾ ധ്യാനം പോലെ കണ്ടിട്ടുണ്ട്. ഇന്നും ഹൃദയത്തിൽ ധ്യാനാനുഭവം നൽകുന്ന ഒരു മരണക്കാഴ്ച ജോവൽ റൊക്കമോറ എന്ന 18-20 വയസ്സുകാരൻ്റെ മരണം. അവന് സത്യത്തിൽ മരിക്കുവാൻ അത്രയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു. ആദ്യം ക്യാൻസർ രോഗബാധിതൻ. മരണവാർത്ത അവനോട് പറഞ്ഞപ്പോൾ ഒരവസരം കൂടി കിട്ടുമോ എന്ന് കരുതി കരഞ്ഞു പ്രാർത്ഥിച്ച അവൻ്റെ ചിത്രം മനസ്സിലുണ്ട്. മെഴുകുതിരി പോലെ കത്തി അമർന്നുപോയ ഒരാൾ. പിന്നീട് സംസാരശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട് അവൻ ICUവിൽ കിടക്കുന്നു. ഇതിനിടെ വളരെ ആഴമായൊരു സ്നേഹബന്ധം, സഹോദരബന്ധം അവനുമായിട്ട്. അതുകൊണ്ട് തന്നെ ആംഗ്യം കൊണ്ട് അവൻ ഡോക്ടറോട് പറയുന്നു, ഞാൻ ICUവിലൊന്ന് ചെല്ലണമെന്ന്. ഞാൻ അവിടെ ചെല്ലുന്നു. ICUവിൽ മരണം കാത്തു കിടക്കുന്ന അവനും മരണത്തിന് സാക്ഷിയായി നിൽക്കുന്ന ഞാനും മാത്രം. മെല്ലെ കൈകൾ ഉയർത്തുന്നു. ഏതോ ഓട്ടപ്പന്തയത്തിൽ ജയിച്ച ശക്തിയുള്ള ഓട്ടക്കാരനെ പോലെ അവൻ ഒരു വിക്ടറി സൈൻ തരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മാത്രം സാധ്യമാകുന്ന അസാമാന്യമായ ഒരു വെട്ടത്തോടു കൂടി ഒരു പുഞ്ചിരി. മെല്ലെ സ്വർഗത്തിലേക്കുള്ള പുഞ്ചിരി പോലെ അവൻ കണ്ണടക്കുന്നു. അവൻ കടന്നു പോകുന്നു. സ്വർഗത്തിലേക്കുള്ളൊരു പുഞ്ചിരി പോലെ കടന്നു പോകുന്ന ഒരാൾ. അസാമാന്യമായ സൗന്ദര്യമുള്ള ഒരു നിദ്ര. പിന്നെ വിക്ടറി സൂചകമായി ഉയർത്തപ്പെട്ട അവൻ്റെ കൈകൾ മനസ്സിൽ ഇന്നും ധ്യാനമായി മാറുന്നു. വീണ്ടും ഓർക്കുന്നു, ആ ICUവിൽ നിന്നും മെല്ലെ സ്വപ്നാടകനെ പോലെ പുറത്തേക്ക് നടക്കുമ്പോൾ എവിടെ നിന്നോ വന്ന ഒരു കറുത്തിരുണ്ട എന്നാൽ അധിക സൗന്ദര്യമുള്ള ചിത്രശലഭം. അത് സ്വർഗക്കാഴ്ചകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കാം. അല്ലെങ്കിൽ ഫിലിപ്പിനുകൾ വിശ്വസിച്ചതുപോലെ മരിക്കുന്ന നേരത്ത് ആത്മാവ് ചിത്രശലഭം പോലെ തൊട്ടരികിൽ വന്ന് നിന്നതാകാം. ജോവൽ റൊക്കമോറയെ ഇന്ന് ഓർക്കാൻ കാരണമുണ്ട്. എൻ്റെ കയ്യിൽ വിനായക് നിർമ്മൽ എഴുതിയിട്ടുള്ള നിദ്ര, സുന്ദരമായ പുസ്തകം. വിനായകിൻ്റെ ഭാഷ കാറ്റ് പോലെയാണ്. സൗമ്യമായി വന്ന് നമ്മെ തൊടുമ്പോൾ തണുത്ത കാറ്റിന് പൊള്ളൽ നൽകുന്ന അനുഭവം. തണുപ്പേറ്റു പിന്നെ ഒന്ന് പൊള്ളലിലൂടെ കടന്നുപോയി നമ്മൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നു. നിദ്ര എന്ന ഈ പുസ്തകം ഉറക്കത്തിലേക്കല്ല നമ്മെ നയിക്കുക, ഉണർവിലേക്ക്. ഉണർന്നിരുന്ന് മരിക്കുവോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുന്നു. അതുതന്നെയാണ് ഈ പുസ്തകം നൽകുന്ന സുഹൃത ചിന്ത. ഇതുതന്നെയാണ് പുസ്തകത്തിൻ്റെ സുഹൃത കർമ്മവും. നമ്മെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുവാൻ അവസരമൊരുക്കി തരുന്നുണ്ട് ഈ പുസ്തകം. മാർട്ടിൻ ഹൈഡഗർ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ നിർവചിക്കുന്നു: മരണത്തിലേക്ക് നടക്കുന്നവനാണ് മനുഷ്യൻ. സത്യമല്ലേ? ഓരോ ചുവടും, ഓരോ പിറന്നാളും വരുമ്പോൾ എന്തുകൊണ്ട് തിരി ഊതിക്കെടുത്തുന്നു എന്ന ചിന്ത എനിക്കുണ്ട്. സത്യത്തിൽ അതിന് എന്താ അർത്ഥമാണുള്ളത്? ഒരുപാട് തിരികൾ കത്തിച്ചു വെച്ചിട്ട് തിരികളൊക്കെ ഊതിക്കെടുത്തുകയാണ്. ഊതിക്കെടുത്തിയത് കെട്ടുപോയ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണോ? അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വെളിച്ചത്തിന് വേണ്ടി ഇപ്പോൾ ഇരുട്ടുണ്ടാക്കുകയാണോ? എന്തൊക്കെയായാലും ഓരോ വർഷവും പിറന്നാളെടുക്കുമ്പോൾ ഓർക്കുക, കെട്ടുപോയ തിരികൾ ധാരാളമുണ്ട്, ഇനി കത്തിക്കേണ്ടവയും ധാരാളമുണ്ട്. ഈ ചിന്തകളൊക്കെ നൽകാവുന്ന നല്ലൊരു പുസ്തകം നിദ്ര. ജിബ്രാൻ പറയുന്നുണ്ട്, നിങ്ങളാരും കറുത്ത വസ്ത്രങ്ങൾ വാരിച്ചുറ്റി കരയരുത്. വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടുകൂടി കാഴ്ചയ്ക്ക് അതീതമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ആ കണ്ണ് തുറക്കണം. അങ്ങനെ കണ്ണ് തുറക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്ഷണം. നേരത്തെ ജോവൽ റൊക്കമോറയെക്കുറിച്ച് പറഞ്ഞു. വിക്ടറി സൈന്യമായി മരിച്ചു കിടന്നയാൾ. KP അപ്പൻ മരണത്തെക്കുറിച്ച് പറയുക, അത് അന്തസ്സിൻ്റെ ചിഹ്നമാണ്. അത് വ്യാകുലമാർന്ന സൗന്ദര്യത്തിൻ്റെ ചിഹ്നമാണ്. ഈ പയ്യനെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരിക ഈ നിർവചനം തന്നെയാണ്. കുലീനമായ
അന്തസാർന്ന ഒരു ചിഹ്നം പോലെ അവനവിടെ കിടക്കുന്നു. പിന്നെ വ്യാകുലമാർന്ന സൗന്ദര്യം പോലെ അവൻ നമ്മളെ വെല്ലുവിളിക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ വിനായക് നിർമ്മൽ ഏതാനും ചെറു സംഭവങ്ങളിലൂടെ നമ്മെ നയിക്കുന്നുണ്ട്. ചില ആളുകൾ വിട പോലും ചെല്ലാതെ മടങ്ങി പോകാറുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? സത്യത്തിൽ ഓരോ ദിവസവും 1,72,860 പേർ മരിക്കുന്നു എന്നാണ് കണക്ക് പറയുക. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് മനുഷ്യർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരിച്ചു വീണിട്ടുണ്ട്. ചില ആളുകൾ വിട പോലും പറയാതെയാണ് മടക്കയാത്ര നടത്തുക. വിനു എന്നൊരു പയ്യനെക്കുറിച്ച് ഇദ്ദേഹം ആദ്യ പേജുകളിൽ തന്നെ കുറിച്ചു വെക്കുന്നു. അവൻ്റെ ചിത്രം സുന്ദരമാണ്. അമ്മയോട് അടുപ്പമുള്ളയാൾ, ഒരുപാട് അടുപ്പം. അമ്മയോട് അവൻ പറയും, അമ്മ മരിച്ചു കഴിയുമ്പോൾ മഴ പെയ്യുന്ന, പൂക്കൾ കൊഴിയുന്ന ഏറ്റവും സുന്ദരമായൊരിടത്ത് അമ്മയെ സംസ്കരിക്കും. ഒരു താഴ്വാരം, അവിടെ നിറയെ പൂക്കളുണ്ടായിരിക്കും. അവിടെ ഞാൻ വന്ന് തിരികൾ കത്തിച്ചു വെക്കും. എൻ്റെ മക്കൾ കൂടെ ഉണ്ടായിരിക്കും. അമ്മയുടെ കുടീരത്തിന് ചുറ്റും ഞങ്ങൾ അങ്ങനെ നിൽക്കും. ഇത് പറഞ്ഞ അവൻ ഒരു ദിവസം വീട് വിട്ടിറങ്ങുന്നു. കാരണമെന്ത് അറിഞ്ഞുകൂടാ. തിരികെ എത്തുന്നില്ല. തിരികെ വരാത്തതിന് കാരണമെന്ത് അതും അറിഞ്ഞുകൂടാ. പിന്നെ പോലീസുകാരെത്തി അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ റെയിൽ പാളത്തിൽ ഛിന്ന ഭിന്നമായി കിടക്കുന്ന അമ്മയുടെ സ്വപ്നം. ഇത് നോക്കി നെറുവീർപ്പിട്ടുകൊണ്ട് അവർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവൻ അങ്ങനെ മടങ്ങിപ്പോയത്? ആർക്കറിയാം? വീട് വിട്ടിറങ്ങിയവരൊക്കെ വീട് വിട്ടിറങ്ങിയത് എന്തിനായിരിക്കാം? ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ വിട ചൊല്ലാതെ മടങ്ങിപ്പോകും നനച്ചിരിക്കാത്ത നേരത്ത്. അങ്ങനെയുള്ളവരും ജീവിതത്തിൽ ധാരാളം. ഇനി വേറെ ചില സംഭവങ്ങളുണ്ട്. വിനായക് മറ്റു ചില ജാലകങ്ങൾ തുറക്കുന്നുണ്ട്. ചില നൊമ്പരങ്ങൾ ഹൃദയത്തിൽ അവസാനം വരെ പേറി നടക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുന്നു. കലഹത്തിനൊടുവിൽ പതിവ് പോലെ സൗന്ദര്യപ്പിണക്കം, മിണ്ടാതാവുന്നു. രണ്ടുപേരും രണ്ട് കോർണറുകളിൽ ഇരിക്കുന്നു. ഭർത്താവ് കരുതുന്നു ഭാര്യ വന്ന് സംസാരിക്കട്ടെ, ഭാര്യ കരുതുന്നു ഭർത്താവ് ഒന്ന് സംസാരിക്കട്ടെ. പിന്നെ സമയം കടന്നു പോകുന്നു. ഉറക്കത്തിലേക്ക് മെല്ലെ മെല്ലെ വഴുതി വീഴുന്നു. രണ്ടുപേരും രാവിലെ കുഞ്ഞ് ഉണർന്ന് ഡാഡിയെ ഉണർത്താനുള്ള ശ്രമമാണ്. ഡാഡിയെ ഉണർത്താൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡാഡി ഉറക്കത്തിൽ എപ്പോഴോ മരണത്തിൻ്റെ വഴിയിലേക്ക് തെന്നി വീണത് അവൻ തിരിച്ചറിയുന്നു. പിന്നെ ഭാര്യ കണ്ണീരുപ്പു പാവ പോലെ കരിഞ്ഞ് കരിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. നമ്മുടെ ദേഷ്യങ്ങളൊക്കെ സൂര്യാസ്തമയം വരെ പാടുള്ളൂ. ഇനി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരും മരിച്ചു പോകും എന്ന് പറയാൻ വയ്യ. വീണ്ടും വിനായകൻ നൽകുന്ന മറ്റൊരു രേഖാചിത്രം. ഭർത്താവും ഭാര്യയും തമ്മിൽ ദേഷ്യപ്പെടുന്നു. ദേഷ്യം കൊണ്ട ഭർത്താവ് പിന്നീട് അനുരഞ്ജനത്തിന് ശ്രമിക്കുമ്പോഴും ഭാര്യയ്ക്ക് താല്പര്യമില്ല. കുറച്ചു നേരം കൊണ്ട് കഴിയട്ടെ എന്നുള്ള മട്ടിൽ അയാൾ ദേഷ്യത്തോടു കൂടി പാഞ്ഞു പുറത്തേക്ക് പോകുന്നു. ആ പോക്ക് മരണത്തിൻ്റെ വായിലേക്കുള്ള പോക്കാണ്. ലോറിക്കടിയിൽപ്പെട്ട് അയാൾ മരിക്കുന്നു. ഇനി ഭാര്യ ചിരിക്കില്ല. അവൾക്ക് കരച്ചിൽ മാത്രമായിരിക്കാം. അവളുടെ ഉള്ളിൽ ദുഃഖം തളം കെട്ടി നിൽക്കും. അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുക, നിങ്ങളുടെ ദേഷ്യം സൂര്യാസ്തമയം വരെ അങ്ങനെ അങ്ങ് നീണ്ടുപോകരുത്. ആർക്കറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്? ആർക്കറിയാം എന്താണ് വഴിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്? അതുകൊണ്ട് ദേഷ്യം വരുമ്പോഴും അകൽച്ചകളുണ്ടാകുമ്പോഴും പെട്ടെന്ന് അടുപ്പത്തിലേക്ക് വരാനും ദേഷ്യം മാറ്റാനും നമുക്ക് സാധിക്കേണ്ടതല്ലേ? ഒരാളും പ്രതീക്ഷിക്കാത്ത നേരത്ത് മരണം പ്രിയപ്പെട്ടവരെ തട്ടിക്കൊണ്ടുപോയാലോ? എൻ്റെ അനുഭവത്തിൽ ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരങ്ങൾ, ഒരുപാട് സ്നേഹിച്ചവർ, പിന്നെ വഴിയെ ചൊല്ലി തർക്കമായി. ചില വഴികളെക്കുറിച്ചുള്ള തർക്കത്തിനിടയിൽ ജീവിതമാകുന്ന സ്നേഹത്തിൻ്റെ വഴി എല്ലാവരും മറന്നു പോകാറുണ്ടല്ലോ. ഇങ്ങനെ മറന്നുപോയ രണ്ടുപേർ പരസ്പരം മിണ്ടാതെയായി. പിന്നീട് ഈ ഇളയയാളെ മരണം തട്ടിക്കൊണ്ടു പോകുന്നു. കല്ലറക്കരികിൽ ഇയാളിങ്ങനെ നിൽക്കുന്നത് കാണാം എല്ലാ ദിവസവും വന്നിട്ട്. എന്നിട്ട് അയാൾ കല്ലറയോട് ചേർന്ന് നിൽക്കുന്നു, ഉമ്മ വെക്കുന്നു. അനുജനെ മരണത്തിലേക്ക് തിരികെ വിളിക്കുന്നത് പോലെ, മാടി വിളിക്കുന്ന പോലെയാണ്. അവൻ തിരിച്ചു വരുമോ? എല്ലാ ദിവസവും അയാൾ ഓരോ പൂവ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ജീവിച്ചിരുന്ന ആളിൽ കൊടുക്കാൻ മറന്നുപോയ പൂവ് ഇപ്പോൾ അയാൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്.
കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്ന ആൾ ഈ പൂവ് കാണുമോ? അറിഞ്ഞുകൂടാ. ഇയാളുടെ കണ്ണീര് ഈ കല്ലറയെയും ഭേദിച്ച് അകത്തേക്ക് ചെല്ലുമോ? അറിഞ്ഞുകൂടാ. ഇനി ഇയാളുടെ ദുഃഖം ജീവിതകാലത്തിനിടയിൽ തന്നെ മാറിപ്പോകുമോ? അതും അറിഞ്ഞുകൂടാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അറിഞ്ഞുകൂടാ മരണം എപ്പോൾ വരുമെന്നും പ്രിയപ്പെട്ടവരെ എപ്പോൾ കൊത്തിപ്പറക്കുമെന്നും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നേരത്ത് ജീവിക്കുന്നത് തന്നെയല്ലേ നല്ലത്? ജീവിക്കുക എന്നാൽ സ്നേഹിക്കുക എന്നർത്ഥം. സ്നേഹിക്കുക എന്നാൽ കൊടുക്കുക എന്നർത്ഥം. കൊടുക്കണമെങ്കിൽ ഹൃദയപൂർവ്വം മറ്റുള്ളവരെ കേൾക്കാൻ പറ്റണം. അതിനൊക്കെ സമയമുണ്ടോ എന്നൊരു ചോദ്യം പിന്നിൽ അവശേഷിപ്പിക്കുന്നു. RM ലാല, അദ്ദേഹത്തിൻ്റെ സുന്ദരമായ പുസ്തകം ബെസ്റ്റ് സെല്ലറാണ്. ക്യാൻസറിനെ ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിച്ച ഒരാൾ. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്: ഒരു പുഴ കടക്കൽ പോലെയാണ് മരണം എന്ന് പറയുന്നത്. ഒരു പുഴ കടക്കൽ പോലെയാണ്. സമയമാകുമ്പോൾ എല്ലാവരും കടന്നേ തീരൂ. ഈ വരികൾ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചു വെക്കാവുന്നതാണ്. ശരിക്കും പുഴ കടക്കൽ തന്നെയാണ് മരണം എന്ന് പറയുന്നത്. സമയമാകുമ്പോൾ ഏതൊക്കെ ബിഷഗ്വരന്മാർ നിങ്ങളുടെ സഹായത്തിനെത്തിയാലും, ആരൊക്കെ ഏതൊക്കെ സഹായം നിങ്ങൾക്ക് നൽകിയാലും നിങ്ങൾ കടന്നു പോകേണ്ടി വരും. കടന്നു പോകേണ്ട ആ യാഥാർത്ഥ്യത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും പോകാനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ RM ലാല സെയിൻറ്റ് അഗസ്റ്റിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുന്നു, ആ പോകുന്ന സമയമാകുമ്പോൾ ദൈവമേ, എൻ്റെ ഉള്ളിലുള്ള ഇരുട്ടെന്നോട് സംസാരിക്കാൻ നീ ഇടവരുത്തരുതേ. എന്നിലുള്ള പ്രകാശം എന്നോട് സംസാരിക്കട്ടെ. എന്നിട്ട് വെട്ടത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് അതെന്നെ നയിക്കട്ടെ. ഐറേനിയസാണ് എഴുതിയത്, മരണം എന്നുള്ളത് പുലർക്കാല വെട്ടത്തിലേക്ക് തുറക്കുന്ന കറുത്തിരുണ്ട വാതിലാണെന്ന്. ഈ കറുത്തിരുണ്ട വാതിൽ തുറന്ന് മെല്ലെ ഒരു നാൾ പുലർക്കാല വെട്ടത്തിലേക്ക് പോകണം. ആ ഒരു പ്രത്യാശയോട് കൂടി വേണം ജീവിക്കാനായിട്ട്. ചില ആളുകളൊക്കെ പാഠങ്ങൾ പഠിക്കുക മരണത്തിൻ്റെ മുന്നിൽ വെച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സെമിത്തേരിയിലൊക്കെ പലപ്പോഴും പോയിട്ടില്ലേ? ഓരോ കല്ലറയും ഓരോ പാഠപുസ്തകമാണ്. അലൻ പറയുന്നു, അങ്ങ് എന്തെങ്കിലും ദൈവത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ കിടക്കുന്നത്. അവൻ്റെ തൊട്ടരികിൽ ബൈബിൾ ഇദ്ദേഹം കാണുന്നു. ആ ബൈബിൾ ധ്യാനിച്ചു വായിച്ചാണ് ഇവനിങ്ങനെയൊക്കെ പറയുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. മകൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഞാനിങ്ങനെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത് അങ്ങ് ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ മരിച്ചു. അവൻ്റെ മരണത്തോടുകൂടി ഇദ്ദേഹം വിശ്വാസിയായി ജീവിതത്തിലേക്ക് മടക്കയാത്ര നടത്തുന്നു. അദ്ദേഹം പുതിയൊരു പുഴ നീന്തിക്കടന്ന് പുതിയൊരു ആകാശത്തിൻ്റെ കീഴിലേക്ക് എത്തിച്ചേരുന്നു. ഉത്തമഗീതം മരണത്തെക്കുറിച്ച് നൽകുന്ന പ്രണയാർദ്രമായ ഒരു ധ്യാനചിന്തയുണ്ട്. അതിങ്ങനെയാണ്: പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല. പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവ്വസമ്പത്ത് കൊടുത്താലും അത് അപഹാസ്യമാവുകയേയുള്ളൂ. സാൻ ഫ്രാൻസിസ്കോയിലെ പ്രശസ്തയായ ഓപ്പറ ഗായിക ഷെങ്കോ പെട്ടെന്ന് ആരാധകരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അർബുദ രോഗത്തിന് അടിമയായി മാറുന്നു. ഏതാനും മാസങ്ങൾ മാത്രം കൊടുത്തപ്പെട്ട ജീവിതം ആയുസിൻ്റെ പുസ്തകത്തിൽ പേര് നീക്കം ചെയ്യപ്പെട്ടുവെന്ന് ആളുകൾ വിശ്വസിച്ചു തുടങ്ങി. ജീവിതം ആഘോഷമാക്കി ഗാനമാക്കി ഓടി നടന്ന ഒരാളാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടി, ദൈവത്തിൻ്റെ വിരലുകളായി ഒരു ഡോക്ടർ കടന്നു വരുന്നു. ഡോക്ടർ ഡേവിഡ് ലാർസൻ. അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായ പരിചരണം, മരണത്തിൻ്റെ ഗുഹാമുഖത്ത് എത്തിച്ചേർന്ന ഒരാൾ പിന്നെ നേർത്ത നൂൽപ്പാലത്തിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന ഒരു അസാധാരണ അനുഭവം പിന്നീട് ലോകം കാണുന്നു. ഡോക്ടറുടെ കൈപിടിച്ച് മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് അവർ പിന്നെ വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു. ഗായിക പിന്നീട് പാടുന്നു, മരണത്തെ തോൽപ്പിക്കാൻ പ്രണയത്തിനെ സാധിക്കുകയുള്ളൂ. കാരണം മരണം പ്രണയത്തിൻ്റെ ജീവിതത്തിൻ്റെ എതിർദിശയിലാണ്. പ്രണയത്തിൽ നിന്നാണ് ജീവിതം ദൈവം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മരണത്തെ തോൽപ്പിക്കാൻ ഈ പ്രണയത്തിന് സാധിക്കും.
അത് ശരിയാണ്. ചില മനുഷ്യരൊക്കെ കടന്നു പോയാലും കടന്നു പോകുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹാർദ്രത പോലെ, നീഹാര ബിന്ദു പോലെ അവർ നമ്മിലേക്ക് പതിക്കുകയാണ്. ടാഗോർ എഴുതിയതുപോലെ മരണം ഒരു മഴത്തുള്ളി കടലിലേക്ക് പതിച്ചതുപോലെയായിരുന്നു. അങ്ങേറ്റ സൗമ്യതയോടുകൂടി കടലിൽ വിലയം ചെയ്തു. പക്ഷെ ഇപ്പോഴും അവർ അവരുടെ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി നമ്മോടൊപ്പമുണ്ട്. ഓരോ മഴപ്പെയ്ത്തിലും അവരെ നമ്മൾ ഓർത്തെടുക്കുകയും ചെയ്യുന്നു. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് മരണത്തെ വലിയ പേടിയുണ്ടോ എന്നൊരു ചോദ്യം. എല്ലാവർക്കും പേടിയാണ് സത്യത്തിൽ മരണത്തെ. ക്രിസ്ത്യാനികൾ മരണത്തെ പേടിക്കുക എന്നുള്ളത് അതൊരു വലിയ തമാശയാണ്. കാരണം ജീവിതകാലം മുഴുവൻ നമ്മൾ പറയുക ക്രിസ്തുവിന് മുഖാമുഖം കാണുവാൻ വേണ്ടി ഈ നേർത്ത തിരശ്ശീലകളെല്ലാം ഭേദിച്ച് കടന്നു പോകുന്നതാണ് മരണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി മരണം കാത്തിരിക്കേണ്ടതാണ്, ക്രിസ്തുവിനെ മുഖാമുഖം കണ്ട് പിന്നെ മരണമില്ലാത്തൊരു ലോകത്ത് ജീവിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനടുത്ത വിശ്വാസ തീവ്രത വേണം. നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന പഴയ പാട്ടുണ്ടല്ലോ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ആ പാട്ടൊക്കെ ശരിക്കും ധ്യാന വിഷയമായിട്ട് മാറേണ്ടതാണ്. അത് എഴുതിയ ആളുടെ ജീവിതവും ശരിക്കും ധ്യാന വിഷയമാക്കി മാറ്റാവുന്നതുമാണ്. അത് എഴുതിയത് ഒരാൾ ദുഃഖത്തിൻ്റെ പാനപാത്രം നെഞ്ചോട് ചേർക്കുമ്പോഴാണ് എന്ന കാര്യവും കൂടി നമ്മൾ ഓർക്കണം. മകൻ മരിച്ചു കിടന്നപ്പോൾ ആ മരണം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എഴുതിയ പാട്ടാണത്. ഞാൻ വെറുതെ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ മൃതദേഹം നിങ്ങളിൽ നിന്നും ഏറെ അകലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന ആ സമയത്ത് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ എന്ന മട്ടിൽ പാടാൻ സാധിക്കുമോ? സാധിക്കേണ്ടതല്ലേ? അങ്ങനെ സാധിക്കുന്നതല്ലേ യഥാർത്ഥ വിശുദ്ധി എന്നൊക്കെ പറയുന്നത്? മകൻ മരിച്ചപ്പോൾ അമ്മ കരച്ചിൽ നിർത്തുന്നില്ല. അവർ ഇങ്ങനെ കരഞ്ഞ് തളം കെട്ടിയ ദുഃഖം പോലെയാക്കി ജീവിതത്തെ മാറ്റുന്നു. അവരാകട്ടെ ഒരു കണ്ണീർക്കണം പോലെ പുഞ്ചിരി തിളക്കമേ ഉണ്ടാകുന്നില്ല. ഒരു നാൾ ഈ അമ്മയ്ക്ക് മകൻ്റെ സ്വപ്ന ദർശനം. മകൻ അസംഖ്യം മാലാഖമാരോടൊപ്പം നിൽക്കുന്നു. എല്ലാവരുടെയും കൈവശം മെഴുകുതിരികൾ. അവയുടെ നാളം അവരുടെ മുഖം ദീപ്തമാക്കുന്നു. പക്ഷേ അവർ സൂക്ഷിച്ചു നോക്കി, മകൻ്റെ മുഖത്ത് മാത്രം വെട്ടമില്ല. അവൻ്റെ കയ്യിൽ മെഴുകുതിരിയുണ്ട്, പക്ഷെ നാളുമില്ല. മകനോട് അമ്മ ചോദിക്കുന്നു, എൻ്റെ മോനെ, നിൻ്റെ മുഖം മാത്രം ഇങ്ങനെ മ്ലാനമായിരിക്കുന്നു, നിൻ്റെ തിരി മാത്രം എന്തേ കത്താത്തത്? മകൻ വിളറിയ ചിരിയോടെ പറയുന്നു, അമ്മേ, ഓരോ തവണയും മാലാഖമാർ എൻ്റെ തിരുനാളം കത്തിക്കും. അപ്പോഴേക്കും അമ്മയുടെ കണ്ണീർ വന്ന് നാളം കെടുത്തിക്കളയും. എൻ്റെ അമ്മേ, ഇനിയെങ്കിലും എൻ്റെ നാളം ഉലയാതിരിക്കാൻ, ഇനിയെങ്കിലും എൻ്റെ തിരി കത്തി നിൽക്കാൻ അമ്മ ഒന്ന് കരച്ചിൽ നിർത്തൂ. ദയവായി കണ്ണീര് വീഴ്ത്തല്ലേ, എൻ്റെ നാളം ഉലച്ച് കളയല്ലേ. മരിച്ച പ്രിയപ്പെട്ടവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ പറയുക? അതുകൊണ്ട് കടന്നു പോയവർക്ക് സന്തോഷത്തോടു കൂടി അനുവാദം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു അനുവാദം കൊടുക്കൽ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി ധ്യാനിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. എപ്പോഴും നമ്മൾ നെഞ്ചോട് ചേർക്കുന്ന മറ്റൊരു പാട്ടിനെക്കുറിച്ചും വിനായക നിർമ്മൽ എഴുതുന്നുണ്ട്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന് നിർവചനം ആ വരികളിലുണ്ട്. മാർട്ടിൻ ഹൈഡഗർ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും സമയമായ രഥത്തിൽ സ്വർഗയാത്ര ചെയ്യുകയാണ്. ഓരോ നിമിഷവും സ്വർഗഗേഹത്തിലേക്ക്. രാത്രിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്ന് ഞാൻ മറുകരയിൽ എത്തിച്ചേരും, എന്ന് ഞാൻ എത്തിച്ചേരും എന്നുള്ളത് സത്യത്തിൽ പ്രധാനപ്പെട്ടതല്ല.
എന്നെങ്കിലും ഒരിക്കൽ എത്തിച്ചേരും. പക്ഷെ അതുവരെയുള്ള എൻ്റെ യാത്ര വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മരണത്തോട് മല്ലടിച്ച പ്രശസ്തനായ സാഹിത്യകാരൻ ഗബ്രിയേൽ മാർക്കസ് അദ്ദേഹത്തിൻ്റെ ആ മരണത്തോടുള്ള മൽപ്പിടുത്തത്തിന് ശേഷം കുറിച്ചു വെച്ച ഡയറി കുറിപ്പുകൾ നമുക്ക് ധ്യാന വിഷയമാകേണ്ടതാണ്. ഈ പുസ്തകത്തിൽ അതും എടുത്തെഴുതുന്നുണ്ട്. രസകരമായ കുറേ ചിന്തകൾ. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എഴുതുന്നു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ദൈവം എനിക്ക് അല്പം കൂടി സമയം തരികയും ഞാൻ എന്തായിരുന്നു എന്നത് മറക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇനി കിട്ടുന്ന സമയം കഴിവിൻ്റെ പരമാവധി ഞാൻ ഉപയോഗിച്ച് തീർക്കും. ഞാൻ കുറച്ചു മാത്രം ഉറങ്ങും. ഉണർന്നിരുന്ന് കൂടുതൽ സ്വപ്നങ്ങൾ കാണും. കാരണം 1 മിനിറ്റ് ഞാൻ കണ്ണടക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ 60 സെക്കൻഡാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നതെന്ന് എനിക്കറിയാം. മറ്റുള്ളവർ നിർത്തുന്നിടത്ത് നിന്ന് ഞാൻ തുടങ്ങും. മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ഉറക്കമുണരും. ദൈവം എനിക്ക് അല്പം കൂടി സമയം തരികയാണെങ്കിൽ ഞാൻ ലളിത വസ്ത്രധാരണം ശീലിക്കും. ഞാൻ എൻ്റെ ആത്മാവിനെ നഗ്നമാക്കി ദൈവകരുണയ്ക്കായി സമർപ്പിക്കും. ഞാൻ കുട്ടികൾക്ക് ചിറകുകൾ നൽകും. പക്ഷേ എങ്ങനെയാണ് പറക്കേണ്ടതെന്ന് അവർ തന്നെ പഠിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉണർന്നിരുന്ന് സ്വപ്നം കാണാം. എന്നിട്ട് കൂടെയുള്ളവർക്കൊക്കെ ചിറകു കൊടുത്ത് ദൈവത്തിൻ്റെ വ്യോമാകാശത്തിലേക്ക് നമുക്കും പറന്നുയരാം. നിദ്ര വിട്ടുണരേണ്ട സമയമായി. ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നല്ല യാത്ര നേരുന്നു. ദൈവം കൂടെ നടക്കട്ടെ.